എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ശ്രുതി വിമലയുടെ അരിയിലേക്ക് പോകാനായിട്ട് റെഡിയായി താഴേക്ക് വരുവാണ്. ഈ സമയത്ത് ചന്ദ്രമതി അങ്ങോട്ട് വന്നിട്ട് ചോദിച്ചു, എങ്ങോട്ടാ മോളെ, നീ എങ്ങോട്ടാ പോണേന്ന് ചോദിക്കാം. അല്ലമ്മേ, എനിക്ക് ബ്യൂട്ടി പാർലറിലേക്ക് അത്യാവശ്യമായിട്ട് പോകണം, ഒരു കസ്റ്റമർ വന്നിട്ടുണ്ടെന്ന് പറയണം. ഓ, അതാണ് കാര്യം. അല്ല, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്തായിരുന്നു അമ്മേ? ഇതേ ഇവിടെ ചെറുക്കനെയും കൊണ്ട് വന്നിട്ടുണ്ട് ആ സച്ചിൻ രേവതി. ചെറുക്കൻ? ഏത് ചെറുക്കൻ? ഒന്നും അറിയത്തില്ലാത്ത മട്ടിലാണ് ശ്രുതിയുടെ സംസാരം. അല്ല, അന്നാ രേവതിയുടെ താലി ഉറക്ക ചടങ്ങിനിടയ്ക്ക് ഒരമ്മയും മോനോട് വന്നില്ലായിരുന്നോ? ഇവിടുന്നോ വലിഞ്ഞു കയറി വന്ന രണ്ടെണ്ണങ്ങള് ദേ അവനെ കൊണ്ട് വീണ്ടും ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. എന്തോ അവന്റെ മുത്തശ്ശി എങ്ങാണ്ട് അസുഖമായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണോ എന്നൊക്കെ പറഞ്ഞൊരു കയറ്റിക്കൊണ്ട് വന്നിരിക്കുന്ന. എന്തായി തീരും എന്നൊന്നും അറിയത്തില്ല. അല്ലമ്മേ, എനിക്ക് അല്പം ധൃതി ഉണ്ട്, ഞാൻ പോയിക്കോട്ടെ എന്ന് ചോദിക്കാം. ആ ശരി മോള് പോയിട്ട് വാ, ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് വന്നിട്ട് സംസാരിക്കാന്ന് പറയണം. അങ്ങനെ ശ്രുതി അങ്ങോട്ട് പോവാണ്. ശ്രുതിയുടെ മനസ്സ് ഭയങ്കര ടെൻഷനായിരുന്നു, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥ. ഈ സമയം ആദ്യം നല്ല ഉറക്കത്തിലായിരുന്നു. ആദ്യം പതുക്കെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോ സച്ചി അങ്ങോട്ട് വന്നു. രേവതി വന്നു. രേവതി ഗ്ലാസ് പാലൊക്കെ ആയിട്ടാ വന്നത്. രേവതി വന്നിട്ട് ചോദിച്ചു, ആഹാ ഉറക്കം എഴുന്നേറ്റില്ലെന്ന് പറയണം. പെട്ടെന്ന് ആദ്യം അതെ, എനിക്ക് എന്റെ മുത്തശ്ശനെ കാണണമെന്ന് പറയണം. മുത്തശ്ശനെ കാണാൻ ഇപ്പോഴാ? നമുക്ക് പോകാം. ആദ്യം പാല് കുടിക്കാൻ പറയണം. വേണ്ട, എനിക്ക് പാല് കുടിക്കണ്ട, എനിക്ക് മുത്തശ്ശനെ കണ്ടാൽ മതി എന്ന് പറയാം. പോകാം, മുത്തശ്ശിയുടെ അടുത്ത് പോകാം. മോൻ ഈ പാല് കുടിക്കുക. അല്ല, മോൻ ആരുടെ കൂടെ എങ്ങോട്ട് വന്നേ? ആരെ കാണാനാ വന്നേന്ന് ചോദിക്കാം. ഞാൻ എന്റെ മുത്തശ്ശിയുടെ വന്നേ. അല്ല, മോൻ ആരെ കാണാനാ വന്നേ? അത് കേട്ടപ്പോ ഒരു നിമിഷം ഞെട്ടി. എന്ത് മറുപടി പറയാനെന്ന് അറിയത്തില്ല ആദ്യം ആലോചിച്ചിട്ട് പറഞ്ഞു, അതെ എനിക്ക് ടോയ്ലറ്റിൽ പോകണമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അങ്ങോട്ട് എഴുന്നേറ്റ് പോവാ. ഈ സമയം രേവതി ആലോചിച്ചിങ്ങനെ. പിന്നീട് കാണിക്കുന്ന ശ്രുതി ഹോസ്പിറ്റലിലേക്ക് ചെല്ലുവാണ്. ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോ റിസപ്ഷനിൽ ചോദിച്ചു, വിമല എന്ന് പറഞ്ഞ സ്ത്രീ എവിടെ അഡ്മിറ്റ് ചെയ്തേക്കുന്നത്? അങ്ങനെ റൂം നമ്പറൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ മുറിയിലേക്ക് കയറി വന്നു. മുറി കയറിയതും കണ്ണു തുറന്ന് കിടക്കുമായിരുന്നു വിമല. അമ്മേനെ കണ്ടത് ശ്രുതി ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുകയാണ്. എന്താ അമ്മ ഇങ്ങനെ? അമ്മയോട് പലവട്ടം പറഞ്ഞിട്ടില്ലേ ശ്രദ്ധിക്കണം എന്നൊക്കെയുള്ളേ. അമ്മ ഫുഡ് നേരാവണ്ണം കഴിക്കുന്നില്ലായിരുന്നു അല്ലേന്ന് ചോദിക്കാം. കുറച്ച് സമയം കൊണ്ട് ഞാൻ എത്രമാത്രം ടെൻഷൻ അടിച്ചെന്നറിയാവോ? ഇത് കേട്ടത് വിമല പറഞ്ഞു, അതെ ഞാൻ ഫുഡൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ എന്താണെന്നറിയത്തില്ല, എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാവുന്നുണ്ട് മോളെ എന്ന് പറയാം. പിന്നെ ഇവിടെ കൂടെ അഡ്മിറ്റ് ആക്കിയത് രേവതി സച്ചിന്നും വേറെ രണ്ടുപേരാന്നൊക്കെ ഇവിടുത്തെ നേഴ്സ് വന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ല, ആദ്യം അവരോടൊപ്പം ആയിരിക്കും അല്ലേന്ന് ചോദിക്കുക. ഇത് കേട്ടതും ശ്രുതി പറഞ്ഞു, അതെ അവരോടൊപ്പം ഉണ്ട്, ഒരു കണക്കിന് അവരും കൂടെ വന്ന് നന്നായി, അവരുള്ളതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ രക്ഷപ്പെട്ടേന്ന് പറയാം. പെട്ടെന്ന് ശ്രുതി പറഞ്ഞു, അല്ല അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ ഇത് രക്ഷപ്പെടലാന്ന്? എനിക്ക് രക്ഷപ്പെടലായിട്ട് തോന്നുന്നില്ല. അങ്ങോട്ട് ആദ്യനെയും കൊണ്ട് അവർ വന്നു കഴിഞ്ഞപ്പോൾ എന്റെ ചങ്ക് എത്രമാത്രം പഠിച്ചെന്നറിയാവോ? ആദ്യനെ അവിടെ കണ്ടു കഴിഞ്ഞപ്പോഴേ ഞാൻ ആ സത്യങ്ങളൊക്കെ അറിയുന്നത്, അമ്മ ഹോസ്പിറ്റലാന്നുള്ള കാര്യം. ദേ അമ്മയ്ക്ക് അറിയാലോ എന്റെ ജീവിതം എങ്ങനെയാന്ന്. ഇനി ഈ ജീവിതം കൂടെ തകർന്നു പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ടൊരു ജീവിതം ഇല്ലെന്ന് പറയാം. ഇല്ല മോളെ, ഞാൻ കാരണം മോളുടെ ജീവിതം ഒരിക്കലും തകരില്ല എന്ന് പറയാം. അമ്മ എന്തിനാ അമ്മ അങ്ങോട്ട് വന്നേ? അമ്മയോട് പലവട്ടം പറഞ്ഞേക്കുന്ന കാര്യമല്ലേ. വരണ്ട, എന്നെ കാണാൻ വരണ്ട, എന്തേലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ അമ്മേനെ കാണാൻ അങ്ങോട്ട് വരാന്ന്. പിന്നെ അമ്മ എന്തിനാ എത്ര റിസ്ക് എടുത്ത് വന്നേ? അത് മോളെ, ഞാൻ വന്നത് മോളുടെ അടുത്തേക്കല്ല വന്നേ, ഞാൻ മീരേന്റെ അടുത്ത് വന്ന് നിൽക്കാം, മോളെ അങ്ങോട്ട് വിളിപ്പിക്കാന്നൊക്കെ ഓർത്ത് വന്നത്. പക്ഷേങ്കില് വഴിക്ക് വെച്ച് എനിക്ക് തലകറക്കം ഉണ്ടായി. ഈയിടെയായിട്ടെല്ലാം അങ്ങനെയാ, ഇടയ്ക്കിടയ്ക്ക് തലകറക്കം ഉണ്ടാകുന്നുണ്ട്, വല്ലാത്ത ക്ഷീണം, ചില സമയത്ത് ഇങ്ങനെ ബുദ്ധിമുട്ടുകളുണ്ടാവും. പിന്നെ വരണമെന്ന് വെച്ച് വന്നതല്ലെന്ന് പറയണം. പെട്ടെന്ന് ചോദിച്ചാൽ, അമ്മയ്ക്ക് അന്ന് എന്നെ ഒന്ന് ഫോൺ വിളിച്ചാൽ പോരാന്ന് ചോദിക്കുക. ഞാൻ അങ്ങോട്ട് ഒന്ന് കാണില്ലായിരുന്നോ? അത് മോളെ, ഫോണാണെങ്കിൽ കേടായി പോയിരിക്കുക, അതുകൊണ്ട് മോളുടെ നമ്പർ എടുക്കാനും പറ്റില്ല, കാണാൻ എനിക്ക് മോളുടെ നമ്പരും അറിയത്തില്ലോ, അതുകൊണ്ടാണ് ഞാൻ മോളെ വിളിക്കായിരുന്നേ എന്ന് പറയാം. ഇനിയിപ്പോ വന്നത് വന്നു, ഇനിയിപ്പോ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല, ആകെപ്പാടെ വീട്ടിൽ പ്രശ്നമാണ്. ആദ്യനെ കൊണ്ട് വന്നു കഴിഞ്ഞപ്പോ തന്നെ എന്റെ അമ്മായിമ്മ വളരെയധികം ചീത്ത പറഞ്ഞിട്ടുണ്ട് സച്ചിനെയും രേവതിനെയും ഒക്കെ. ഇനി എന്തായി തീരുമെന്ന് പോലും അറിയത്തില്ല. പെട്ടെന്ന് പറഞ്ഞു, അതെ ഒരു കാര്യം ചെയ്യാം, നീ പൊക്കോ, എത്രയും പെട്ടെന്ന് പൊക്കോളാൻ പറഞ്ഞു ഇവിടുന്ന്. അമ്മേനെ ഇവിടെ ഈ അവസ്ഥ ഇട്ടിട്ട് ഞാൻ പോവാനായിട്ട് അതൊന്നും നടക്കുന്ന കാര്യമല്ല എന്ന് പറയാം. ദേ അമ്മയ്ക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? കുഴപ്പമുണ്ടോ? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, ഇച്ചിരി കുറവായിട്ട് വന്നിട്ടുണ്ട്, അതുകൊണ്ട് പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് പറയണം. ദേ അമ്മ സമാധാനത്തോടെ ഇരിക്കുക, അമ്മയ്ക്ക് ഇങ്ങനെ ടെൻഷൻ കൂടുന്നോണ്ട് ഇങ്ങനെ അസുഖങ്ങളൊക്കെ ഉണ്ടാകുന്നതെന്ന് പറയാം. ഈ സമയത്ത് ആദ്യം ഡൈനിങ് റൂമിൽ ഇങ്ങനെ വന്നിരിക്കുകയാണ്. ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ചന്ദ്രമതി അങ്ങോട്ട് വരുന്നത്. ചന്ദ്രമതി നോക്കുമ്പോൾ ആദ്യം അവിടെ ഇരിക്കുന്നുണ്ട്. പെട്ടെന്ന് ആദ്യനെ രൂക്ഷമായിട്ട് നോക്കി. ആദ്യക്ക് വല്ലാത്ത ടെൻഷൻ തോന്നി, കാരണം ഇതിനു മുമ്പ് വന്നപ്പോഴും ആദ്യനെ ചീത്ത പറഞ്ഞിരിക്കുന്നതാണ് ചന്ദ്രമതി. ആ ഒരു ഓർമ്മ കുഞ്ഞിന്റെ മനസ്സിലുണ്ട്. പിന്നീട് ചന്ദ്രമതി അങ്ങോട്ട് വന്നിട്ട് ചോദിച്ചു, അല്ല നീ എന്താ ഇവിടെ വന്നിരിക്കണേന്ന് നിൽക്കേ? ഒന്നുമില്ല എന്ന് പറയണ. ഒന്നുമില്ലേ? അല്ല നീ നിന്റെ വീട് എവിടെയാ? നിന്റെ അമ്മയുടെ പേരെന്താന്ന് ചോദിക്കുക.
ഇത് കേട്ടോ ആദ്യം ഒന്നും മിണ്ടിയില്ല. അല്ല നിന്നോട് അമ്മയുടെ പേര് വെച്ചിട്ട് നിനക്കെന്താ പറയാൻ എത്ര മടി? നിനക്കെന്താ അമ്മ ഇല്ലേന്ന് ചോദിക്കുക. ആദ്യക്ക് അങ്ങോട്ട് കരച്ചില് വന്നു. അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടാൻ പോലും തോന്നി. പക്ഷേങ്കില് ചന്ദ്രമതിനെ കണ്ടപ്പോ ഒരു ഭയം. ഈ സമയമാണ് സച്ചിൻ രേവതി അങ്ങോട്ട് ഇറങ്ങി വരുന്നത്. അമ്മ എന്തൊക്കെയാ കൊച്ചിനോട് ചോദിക്കുന്നത്? അമ്മയ്ക്ക് വല്ല ബോധം ഉണ്ടോ എന്ന് ചോദിക്കാം. എന്താ അവന്റെ അമ്മയുടെ പേര് വെച്ച് അവനെ അറിയത്തില്ലേ? ഈ ലോകത്തിലുള്ള എല്ലാ ആൾക്കാർക്കും അമ്മ കാണൂലോ. അവന്റെ അമ്മയുടെ പേര് പറഞ്ഞാൽ എന്താ കുഴപ്പമെന്ന് ചോദിക്കാം. ദേ അനാവശ്യമായിട്ട് കാര്യങ്ങളൊന്നും ഇടപെടണ്ട, പറഞ്ഞു കേട്ടല്ലോ. മോൻ ഇങ്ങോട്ട് വരാനും പറഞ്ഞ് അതിന്റെ കയ്യിലേക്ക് ഇങ്ങോട്ട് കയറി പിടിക്കുകയാണ്. ഒരു കുഞ്ഞു കൊച്ചാന്നുള്ള ബോധം എങ്കിലും ഉണ്ടോ? സാമാന്യ രീതിയിൽ ആരും ഇങ്ങനെ പെരുമാറുന്നതല്ല. എന്നാലും അമ്മേനെ സമ്മതിച്ചെന്നിരിക്കുന്നു പറയാണ്. ഈ സമയം സച്ചിയുടെ ഫോൺ ബെല്ലടിക്കുക. നോക്കിയപ്പോ ഹോസ്പിറ്റലിൽ നിന്ന്. അതെ ഇവിടെ കൊണ്ടുവന്ന് വന്ന ആ പേഷ്യന്റ് ബോധം വീണിട്ടുണ്ട് കേട്ടോ എന്ന് പറയണേ. ഇത് കേട്ടാൻ സച്ചിക്ക് ഭയങ്കര സന്തോഷമായി. രേവതിയോട് ഈ കാര്യം പറയണം. രേവതി നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാന്ന് പറയണം. അങ്ങനെ ആദ്യം എടുത്തോണ്ട് അങ്ങോട്ട് ഇറങ്ങുമ്പോഴത്തേനും ചന്ദ്രമതി പറഞ്ഞു തിരിച്ചു വരുമ്പോ ഈ മുതലിനെ കൂടെ ഇങ്ങോട്ട് വന്നേക്കല്ല, അതിനെ കൊടുന്നിടത്തേക്ക് എന്നെ കൊണ്ടുവിട്ടേക്കണമെന്ന് പറയണം. സച്ചി പറഞ്ഞ് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ഇറങ്ങണേ. ആ സമയത്തൊക്കെ ശ്രുതി അവരുടെ അടുത്ത് ഇരിക്കുമായിരുന്നു, വിമലയുടെ അടുത്ത് ഇരിക്കുമായിരുന്നു. പെട്ടെന്ന് ശ്രുതി ചോദിച്ചു അല്ലമ്മേ ഡോക്ടർ എന്ത് പറഞ്ഞെന്ന് ചോദിക്കുകയാണ്. ഡോക്ടർ വന്നില്ല മോളെ, വരുമ്പോ ആയിരിക്കും ഇനി എന്തെങ്കിലും പറയുള്ളൂ എന്ന് പറയാം. അപ്പോൾ നേഴ്സ് അങ്ങോട്ട് വന്നു. നേഴ്സിനോട് ശ്രുതി കാര്യങ്ങളൊക്കെ തിരക്കുവാണ്. അപ്പൊ നേഴ്സ് പറഞ്ഞു ഡോക്ടർ വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞോളും, തൽക്കാലത്തേക്ക് ഈ മെഡിസിൻ ഒന്ന് വാങ്ങിക്കൊണ്ട് വരണമെന്ന് പറയാം. അങ്ങനെ ശ്രുതി എന്ത് ചെയ്യണം, മെഡിസിൻ വാങ്ങാനായിട്ട് പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങി പോവാണ്. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോഴാണ് ആ കാഴ്ച കാണുന്നത്. സച്ചിൻ രേവതിയും ആദ്യത്തെ കയ്യും പിടിച്ചങ്ങോട്ട് വരുന്നത്. ഇത് കണ്ടതും എന്ത് ചെയ്യണം എന്നറിയത്തില്ല. പുറത്തേക്ക് ഇറങ്ങി പോകാനും പറ്റിയില്ല. പെട്ടെന്ന് ശ്രുതി അകത്തേക്ക് തന്നെ കയറുവാണ്. കയറിട്ട് പറഞ്ഞു അമ്മ ആകെപ്പാടെ പെട്ടു. എന്താ മോളെ? ആ സച്ചിൻ രേവതി ഇങ്ങോട്ട് വരുന്നുണ്ട്, കൂടെ ആദ്യം ഉണ്ടെന്ന് പറയണം. അയ്യോ ഇനിയിപ്പോ എന്ത് ചെയ്യും, എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന് എന്ന് പറഞ്ഞിട്ട് ശ്രുതി എല്ലാവരുടെ പരതി നടക്കണം. പെട്ടെന്ന് അവിടെ ആ കർട്ടന്റെ മറവിൽ ഒളിച്ചിരിക്കാം. പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ലോ, കർട്ടൻ ഈ കർട്ടൻ അതിന്റെ മറവിൽ ഒളിച്ചിരിക്കാന്ന് കരുതിയിട്ട് കർട്ടന്റെ മറവിൽ പോയി ഒളിച്ചിരിക്കുകയാണ്. ഇങ്ങോട്ടെങ്ങാനും ഇനിയിപ്പം അവർ കയറി ഇനിയിപ്പോൾ ആദ്യം എങ്ങാനും കട്ടം മാറ്റി നോക്കിയിട്ട് തന്നെ കാണും, ആകെപ്പാടെ പ്രശ്നമോ ദൈവമേ അങ്ങനെയൊന്നും ഉണ്ടാവില്ലെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ അതിന്റെ കട്ടന് മുറയിൽ പോയി ശ്രുതി ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ സമയം സച്ചി രേവതി ആദ്യം കൂടെ അകത്തേക്ക് കയറി വരിക. ആദ്യനെ കണ്ടതും വിമലയ്ക്ക് ഭയങ്കര സന്തോഷമായി. ആദ്യം ഓടിപ്പോയി മുത്തച്ഛനെ കെട്ടിപ്പിടിക്കുകയാണ്. ഈ സമയം അവരോട് എന്താണെങ്കിലും നിങ്ങൾ കൃത്യസമയത്ത് തന്നെ വന്നുകൊണ്ട് എന്റെ ജീവൻ രക്ഷപ്പെട്ടെന്ന് പറയാം. എന്നോട് ഇവിടുത്തെ നേഴ്സ് പറഞ്ഞായിരുന്നു സച്ചിന്നും രേവതി എന്ന് പറഞ്ഞ് രണ്ടുപേരാണ് ഇവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നതെന്നൊക്കെ പറഞ്ഞേ. രേവതി ഇപ്പൊ എങ്ങനെയുണ്ട് ആന്റിക്ക് ചോദിക്കുക. ഇപ്പൊ കുറവുണ്ട് മോളെ, നല്ല കുറവുണ്ടെന്ന് പറയണം. സച്ചി പറഞ്ഞു ഇനി ഇങ്ങനെ നടക്കുമ്പോൾ സൂക്ഷിച്ചു നടക്കണം, ഇതുപോലെയുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാവും അറിയാലോ. കൃത്യസമയത്ത് തന്നെ ഞങ്ങൾ കണ്ടോണ്ടല്ലേ, അല്ലെങ്കിൽ എന്ത് ചെയ്തേനെന്ന് ചോദിക്കുക. അതൊന്നും കുഴപ്പമില്ല മോനെ, എനിക്കിപ്പോ പ്രശ്നമൊന്നും ഇല്ലെന്ന് പറയണം. രേവതി പറഞ്ഞു അത് പറഞ്ഞിട്ട് കാര്യമില്ല, ഒരു കാര്യം ചെയ്യാം, വീട്ടിലത്തെ നമ്പർ ഇങ്ങോട്ടാട്ടെ ഞാൻ വിളിച്ചു പറയാന്ന് പറയാം. ഇത് കേട്ടതും ലക്ഷ്മിയല്ല വിമല പറഞ്ഞു അതെ വീട്ടിലാരും ഇല്ലാന്ന് പറയാൻ. വീട്ടിലാരും ഇല്ലേ? അപ്പൊ ആരെ കാണാൻ ഇങ്ങോട്ട് വന്ന ആരെ കാണാനാ? അല്ല അത് പിന്നെ ഞാന് ആകെപ്പാടെ കിടന്ന് വല്ലാത്തൊരു വെപ്രാളം കാണിക്കുക. അല്ല ഒരു മോളുണ്ടെന്നല്ലേ പറഞ്ഞത്, ആ മോളുടെ നമ്പർ തന്നാലും മതിയെന്ന് പറയാം. അത് പിന്നെ എനിക്ക് എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോ സച്ചി എന്താ മോളുടെ നമ്പർ അറിയത്തില്ലേ? അത് ഫോണിനകത്താ, ആ ഫോൺ തകർന്നു പോയെന്ന് പറയണോ. അതാണ് കാര്യം. സച്ചി പെട്ടെന്ന് പറഞ്ഞു ഇന്നത്തെ കാലത്ത് ആരും ഫോൺ നമ്പർ ഒന്നും ഓർത്ത് നോക്കില്ല, കാരണം മൊബൈൽ ഫോണിനകത്ത് സേവ് ചെയ്യുന്നോണ്ടേ, അതുകൊണ്ടായിരിക്കും. അന്നൊരു കാര്യം ചെയ്യാം, വേറെ ആരുടെയെങ്കിലും നമ്പർ ബന്ധുക്കാരുടെ നമ്പർ ഉണ്ടെങ്കിൽ അത് തരാൻ പറയാണ്. ഇത് കേട്ടത് എന്ത് ചെയ്യണം എന്നറിയില്ലാതെ വിമല നിൽക്കുക. ശ്രുതി ആകെപ്പാടെ പെട്ട് അതിനകത്ത് നിൽക്കുക. ശ്രുതിയും കേൾക്കുന്നുണ്ടായിരുന്നു ഈ കാര്യങ്ങളൊക്കെ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത്. ഇതിന് ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷയുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.